ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 829 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള ലൂക്കോസ് 17 അധ്യായം 3 തിരുവചനം. സൂക്ഷിച്ചുകൊള്ളുവിൻ, നിന്റെ സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. നമ്മുടെ അനുദിന ജീവിതത്തിൽ ആത്മീയമായി എങ്ങനെ പെരുമാറണം എന്ന് ഈ തിരുവചനത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്. സഹോദരൻ നമ്മോട് തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക എന്ന് പറയുമ്പോൾ അവനെ അവഗണിക്കാതെ അവൻ്റെ തെറ്റ് എന്താണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തുവാനാണ് പറയുന്നത്. മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കുന്നതിൽ ഏറെ താല്പര്യമുള്ള നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ടതായ കാര്യം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മിൽ ദയവുണ്ടാകണം, സ്നേഹവും ഉണ്ടാകണം. യാതൊരു പരിഭവവുമില്ലാതെ, പ്രതികാര ചിന്തയില്ലാതെ, ക്ഷമയോടെയും സ്നേഹത്തോടെയും മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ബോധ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായും അവനിൽ മാനസാന്തരമുണ്ടാകും. അങ്ങനെ മാനസാന്തരമുണ്ടാകുന്നവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. യാതൊരു പരിഭവവുമില്ലാതെ, പ്രതികാരഭാവവുമില്ലാതെ, സ്നേഹത്തോടെയും ക്ഷമയോടെയും നാം ഇടപെടുമ്പോൾ, അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായും അവരിൽ മാനസാന്തരം ഉണ്ടാകും. പ്രിയമുള്ളവരെ, അങ്ങനെ മാനസാന്തരപ്പെടുന്നവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനാണ് വചനം നമ്മോട് പറയുന്നത്. നമ്മുടെ ഹൃദയവും മനസ്സും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും നല്ല കേന്ദ്രങ്ങളായി മാറട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, ഹൃദയപൂർവ്വം എല്ലാവരോടും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനുമൊക്കെ ഞങ്ങളെ ഒരുക്കണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.